എന്നും രാവിലെ ഈ സൗണ്ട് കേൾക്കുമ്പോൾ കുറച്ച് മടിയൊക്കെ തോന്നുമെങ്കിലും ഇന്നത് കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. സൺഡേ ഡ്യൂട്ടിയും കഴിഞ്ഞ് മണ്ടേലേക്ക് അതിന്റെ ഓഫ് എടുത്ത് കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് കെട്ടിയോനെ ജോലിക്ക് വിടുക. ഞാൻ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് യൂട്യൂബ് വ്ളോഗ്സ് ഒക്കെ ഉണ്ട്. വീക്ക്ലി മാറിക്കൊണ്ടിരിക്കുന്ന ഡ്യൂട്ടി ഷിഫ്റ്റ് കാരണം പലതും കാണാൻ സമയം കിട്ടാറില്ല. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടു തീർക്കുക. പിന്നെ ഉച്ചയ്ക്ക് മുമ്പ് യൂണിഫോമിൽ തുടങ്ങി ഓൾട്ടറേഷൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തയ്ച്ചു തീർക്കുക. ഉച്ചയാകുമ്പോൾ ഊണും കഴിഞ്ഞ് സുഖമായിട്ട് ഒരു ഉറക്കം. മതിയാവോളം ഉറങ്ങി ഉറക്കം തീർത്ത് എഴുന്നേറ്റ് ഒരു കാപ്പി ഇട്ട് വീടക്കുന്ന തൂത്തുവാരി തുടങ്ങി. കുളി കഴിഞ്ഞ് ഇറങ്ങി ഒരു ഗ്ലാസ് കാപ്പി എടുത്ത് ബാൽക്കണി പോയി ഫോൺ ഞോണ്ടിരിക്കുമ്പോഴേക്കും കെട്ടിയോനിങ്ങി വരും. ഇതൊക്കെയായിരുന്നു ഓഫ് ഡേ പ്രമാണിച്ച് എന്റെ പ്രീ പ്ലാനിങ്. പക്ഷെ വിധി എന്നെ ഇത്തവണ ചതിച്ചത് കറണ്ടിന്റെ രൂപത്തിലായിരുന്നു. ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് ഒരു സിനിമയുടെ പാതിയും കണ്ട് ഫോണിൽ 18% മാത്രമേ ചാർജ് ഉള്ളൂ എന്ന് കണ്ടിട്ടും ഞാൻ അങ്ങ് സുഖമായിട്ട് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ ഫോണിലെ ചാർജ് 14%. എന്നിട്ടും ഒന്ന് കുത്തിയിടണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ 9:30 കെട്ടിയോനെ പറഞ്ഞു വിട്ട് ചാർജ് കുത്താനോടൊക്കെ സെറ്റാക്കി ബെഡിലേക്ക് വന്നിരുന്നതും കറണ്ട് അങ്ങോട്ട് പോയത് 9:33 ആയതുകൊണ്ട് കറണ്ട് കട്ട് ആയിരിക്കില്ല, എന്തായാലും വരുമെന്ന പ്രതീക്ഷ കുറച്ചു നേരമൊക്കെ ഉണ്ടായെങ്കിലും കുറച്ച് കഴിഞ്ഞ റിയാലിറ്റിയെ ഞാൻ അങ്ങ് അക്സെപ്റ്റ്. പക്ഷെ 14% മാത്രം ചാർജുള്ള എന്റെ ഫോണിനൊന്നും അറിയില്ലല്ലോ. ആ ദിവസം തള്ളി നീക്കാൻ ഞാൻ കണ്ടുപിടിച്ച കുറെ മാർഗ്ഗങ്ങളാണ് ഇതൊക്കെ. എവിടെയോ കിടന്ന കല്യാണച്ചെരുപ്പൊക്കെ തപ്പിയെടുത്ത് കഴുകി വൃത്തിയാക്കി ബാൽക്കണിയിലും ടെറസിലൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്ന 1-2 ചെടികളെ എത്ര നേരം എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുക. ആ ടൈമൊക്കെ ഞാൻ എന്റെ നാട് വല്ലാണ്ട് മിസ് ചെയ്യും. അതൊക്കെ ഇന്നലത്തെ കാര്യം. ഇന്നലത്തെ ക്ഷീണോ സങ്കടമൊക്കെ മൊത്തം തീർത്തുന്ന ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു ഇലപ്പൊതി ബിരിയാണിയൊക്കെ മേടിച്ചൊരു സിനിമയും കണ്ടെങ്കിലിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു തോന്നൽ പുറത്തു പോകാന്ന്. അങ്ങനെ നേരെ വൈപ്പിനിലേക്ക് വിട്ടു. അവിടെ ചെന്ന് കുറെ നേരം മീൻ പിടിക്കുന്നതൊക്കെ കണ്ട് നിന്ന് തൊട്ടടുത്ത പള്ളിയിലെ തിരുനാളായിരുന്നോണ്ട് അവിടെ കയറി പ്രാർത്ഥിച്ച് നേർച്ചക്കഞ്ഞിയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങി പോന്നു. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത കുറെ വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.